ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ലേവൈറ്റ് ബ്രൈഡൽ. ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും അവരുടെ ബ്രൈഡൽ ഡിസൈൻസിൽ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു സെയിം ഗജി സിൽക്ക് മെറ്റീരിയലിൽ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിസൈൻ ചെയ്തെടുത്ത് കുറച്ച് ഡിസൈൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത്. ജോർജറ്റിനെക്കാളും കുറച്ച് സിൽക്കി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കൂടുതൽ കസ്റ്റമേഴ്സും ചൂസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ബോർഡേഴ്സ് ആയിട്ട് വരുന്നതും അതിൽ ഹാൻഡ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ട് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഡൈ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഡിസൈൻസാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഒരു ഹിന്ദു ബ്രൈഡൽ ഡിസൈനായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. ഇതിൻ്റെ ഒരു ഡീപ്പ് നെക്ക് കൊടുത്തിട്ട് അതിലും അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ബാൻഡിലും സ്ലീവിലുമായിട്ടുള്ള ഒരു ബോർഡർ ഹാൻഡ് വർക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദുപ്പട്ടത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഓർഗാൻസയാണ്. ഓർഗാൻസിൻ്റെ ഫുൾ സൈഡും നമ്മൾ ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോർഡറിനോട് മാച്ചിങ് ആയിട്ടുള്ള വർക്കാണ് നമ്മളതിൽ കംപ്ലീറ്റ്ലി ആഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ലുക്കിൽ ഇതിൻ്റെ കളറാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. സെക്കൻഡ് വൺ ഒരു മുസ്ലിം ബ്രൈഡിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു കോൺട്രാസ്റ്റ് ഫീലിന് ദുപ്പട്ട നമ്മൾ ടിഷ്യൂവിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സ്കേർട്ട് പോർഷനിലായിട്ട് നമ്മളുടെ ആ ഒരു ബോർഡറിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു മോട്ടീവ് ഹാൻഡ് വർക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറുടെ റെഫറൻസിലേക്കുള്ളൊരു മാച്ചിങ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ഡിസൈനാണിത് വന്നിട്ടുള്ളത്. ആ ഒരു സെയിം റെഫറൻസിൽ തന്നെ നമ്മൾ പിന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്രൈഡിന് നമ്മളുടെ അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ ഷെയ്ഡിൽ ആ ഒരു സെയിം ലുക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ. ആൻഡ് ഇതിൽ ദുപ്പട്ട ആൾക്ക് വെയർ ചെയ്യുന്ന ടൈപ്പിനനുസരിച്ച് ഒരു ഹെവി ദുപ്പട്ടയിൽ ഹാൻഡ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് സ്ലീവിലും നമ്മൾ അതിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു മോട്ടീവ് ഹാൻഡ് വർക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രൈഡൽ ഡിസൈൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അധിക ബ്രൈഡ്സിനും അവരുടേതായ തന്നെ ഒരു ധാരണ ഉണ്ടാവും എങ്ങനെ ഡിസൈൻ ചെയ്യണം അവരുടെ ബ്രൈഡൽ ഡിസൈൻ. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ ഒരു പക്ക റെഫറൻസ് ഉണ്ടാവും. അതിൻ്റെ ഒരു റിപ്ലിക്ക അല്ലെങ്കിൽ അതിനൊരു കളർ ചേഞ്ച് ഒക്കെ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള 2 പാറ്റേൺസാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഗജി സിൽക്ക് മെറ്റീരിയൽ തന്നെ ടിഷ്യൂൻ്റെ ഒരു കോമ്പിനേഷനും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലെഹങ്കയാണ്. ആൻഡ് ഇതിൽ ഹെവി ഹാൻഡ് വർക്ക് നമ്മൾ നെക്കിലും സ്ലീവിലും ബോർഡറിനോട് മാച്ചിങ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജോർജറ്റിനെക്കാളും ടിഷ്യൂ കൈൻഡ് ഓഫ് ആ ഒരു കോൺട്രാസ്റ്റ് ഒന്ന് ബാലൻസ് ആയി പോകുന്ന ഒരു ഡിസൈൻസാണ് നമുക്ക് ഈ ഒരു ഗജി സിൽക്ക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ കൂടുതൽ ബ്രൈഡ്സും ഗജി സിൽക്കിലാണ് നമ്മൾ ഔട്ട്ഫിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദുപ്പട്ട മോസ്റ്റ്ലി ടിഷ്യൂവിൽ തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സിൽക്ക് മെറ്റീരിയൽ ട്രിപ്പിൾ ഷെയ്ഡിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലെഹങ്കയാണ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ നമ്മളൊരു നേവി ബ്ലൂ ആൻഡ് അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ്സിലാണ് സ്കേർട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്കേർട്ടിൻ്റെ ഈ ഒരു ട്രിപ്പിൾ ഡൈയിലാണ്. ആൻഡ് ഓൾസോ ദുപ്പട്ട ആയാലും നമ്മുടെ ബോർഡറിനോടും അതേപോലെ തന്നെ സ്കേർട്ടിൽ വരുന്ന ബുട്ടീസിനോടും മാച്ചിങ് ആയിട്ടുള്ളതാണ് ബ്രൈഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ഡിസൈനിനേക്കാളും കൂടുതലായിട്ട് ബ്രൈഡ്സിൻ്റെ കൺസേൺ ഉണ്ടായിരുന്നത് ആ ഒരു സ്കേർട്ടിൽ വരുന്ന ട്രിപ്പിൾ ഡൈയിലായിരുന്നു. അപ്പോൾ അത് കസ്റ്റമറുടെ ആ ഒരു പക്ക റെഫറൻസിലേക്ക് മാച്ചിങ് ആയിട്ട് തന്നെ നമ്മൾ സാമ്പിൾസൊക്കെ ചെയ്തതിന് ശേഷമാണ് കൺഫേം ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏതൊരു മെറ്റീരിയലും ഏതൊരു കളർ ഡൈയിങ്ങിലായാലും കസ്റ്റമൈസേഷൻ പോസിബിളാണ്. അത് നിങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് എല്ലാ ഡിസൈൻസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബേൺ ഓറഞ്ച് ഷെയ്ഡിലൊരു ലൈൻസ് വരുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബ്രൈഡിന് നമ്മൾ ഈ ഒരു ലെഹങ്ക ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഈ ഒരു ലൈൻസ് പാറ്റേൺ വരുന്നതുകൊണ്ട് തന്നെ സ്കേർട്ടിന് ഒന്നുകൂടി ഒരു എലഗൻറ്റ് ഒന്നുകൂടി ഒരു സ്ലിം ഫീല് ബ്രൈഡ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ലൈൻസിൽ വരുന്ന മെറ്റീരിയൽസ് സ്കേർട്ട് പോർഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിൽ നെക്കിലായിട്ടും അതേപോലെ സ്ലീവിലും ഹാൻഡ് വർക്കും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ ഒരു ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന് ഡബിൾ ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓരോ ഔട്ട്പുട്ടും വെച്ചിട്ട് ബ്രൈഡ്സ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുടെ ഒരു എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ഡിസൈൻസിലും ചെയ്യുന്നത്. സോ ഇതേപോലത്തെ കസ്റ്റമൈസേഷന് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്.